ഗുഡ് മോർണിംഗ്. അങ്ങനെ സംഭവബഹുലമായ ജൂലൈ 5 കടന്നുപോയി. എന്നത്തെ പോലെയും ഇന്നും നേരം പുലർന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ന്യൂസും കേൾക്കാൻ കഴിയാഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം അതുപോലെ നമ്മളെ ജോലിയിലേക്ക് അങ്ങോട്ട് കടന്നു. ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് വെള്ളപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ സവാളയൊക്കെ കുനുകുന അരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഡീറ്റെയിൽസായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതൊരു വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം എന്നും രാവിലെ ഈ ഭക്തിഗാനം കേട്ടുകൊണ്ട് നമ്മൾ ഈ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ. ആ ദിവസം മുഴുവനും ഞാൻ എന്നും ലളിത സഹസ്രനാമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭക്തിഗാനോ വെക്കാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ റോസ്റ്റിനുള്ള സവാളയൊക്കെ അങ്ങോട്ട് വാട്ടാനിടുന്നുണ്ട്. അതിന് ഇടയിൽ വെള്ളാപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ. അപ്പോൾ ഈ വെള്ളാപ്പം നമ്മൾ അപ്പച്ചട്ടിയിൽ, അതായത് നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല, സാധാരണ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. മറ്റേ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക, അത് ദോശയും ഇതും ഒരുപോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ വെള്ളാപ്പമൊക്കെ നല്ല ക്രിസ്പിയായി ചുട്ടെടുത്ത് ഞാൻ ഈ ഒരു വെള്ളാപ്പക്കൂട്ടിൽ ഈസ്റ്റോ അതേപോലെ കള്ളോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങ വെള്ളത്തിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് അത് ചേർത്തിട്ടാണ് വെള്ളാപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചു. ഇന്ന് എന്നും പോലെ ജൂലൈ 5 കടന്നുപോയി. താങ്ക് യു.